ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഫുൾ ഒരു വാലന്റൈൻസ് ഡേ മയമാണ്. അപ്പം ഞാൻ കരുതി എൻ്റെ ഒരു ഫസ്റ്റ് വാലന്റൈൻസ് ഡേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താലോ എന്ന്. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞവരാണ്, ഒരു 8 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഞങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞുള്ള ഫസ്റ്റ് വാലന്റൈൻസ് ഡേ. അന്ന് സത്യത്തിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. വാലന്റൈൻസ് ഡേ ഒക്കെ വരുവാണല്ലോ, നമ്മൾ റിലേഷനിലായി കഴിഞ്ഞുള്ള ഫസ്റ്റ് വാലന്റൈൻസ് ഡേ അല്ലേ. കാരണം അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ ഞാൻ പറയായിരുന്നു, വാലന്റൈൻസ് ഡേ ആകുമ്പോൾ കുറേ ആൾക്കാർ പ്രപ്പോസ് ചെയ്യുന്നു, ഫ്ലവേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നു, ഭയങ്കര എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ആദ്യത്തെ ഒരു വാലന്റൈൻസ് ഡേ അല്ലേ എന്നൊക്കെ കരുതി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമായിരുന്നേ. അങ്ങനെ കാത്തിരുന്ന് ഫെബ്രുവരി 14 രാത്രി 12 മണിയാകുമ്പോൾ എന്നെ വിഷ് ചെയ്യും എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ വിഷയം അങ്ങനെ 12 മണിയായി. അച്ഛൻ എന്നെ വിഷൊന്നും ചെയ്തില്ല. 12 വിഷസ് ഒന്നും വരുന്നില്ല. അപ്പം ഞാൻ കരുതി ഇനി ഞാൻ വിഷ് ചെയ്യുന്ന വെയിറ്റ് ചെയ്തിരിക്കുവാണെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ പറയാം എന്നൊക്കെ വെച്ചു. കാരണം നോർമലി ഇങ്ങനത്തെയുള്ള വിഷസൊക്കെ ഇങ്ങോട്ട് വന്ന് പറയാറുണ്ട്, പക്ഷേ ഇതൊന്നും കേട്ടില്ല. അപ്പം ഞാൻ കരുതി ഓക്കെ ഞാൻ അങ്ങോട്ട് പറയാം എന്ന് കരുതി ചെന്നിട്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ ഒക്കെ പറഞ്ഞു ഹാപ്പി ആയിട്ട്. അപ്പം പെട്ടെന്ന് എനിക്ക് കിട്ടിയ റെസ്പോൺസ്, വാലന്റൈൻസ് ഡേ ഇങ്ങനത്തെ ഡേയ്സിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് വാലന്റൈൻസ് ഡേ, മദേഴ്സ് ഡേ അങ്ങനെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ഒന്നും ഇല്ല, എല്ലാ ഡേയ്സും ഒരുപോലെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് പെട്ടെന്ന് ആ ഒരു റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത്. പെട്ടെന്ന് എനിക്കുണ്ടായ ഒരു ഫീലിങ്, അന്ന് എൻ്റെ ഒരു കുഞ്ഞു മനസ്സിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് അതല്ല. പിന്നീട് ആലോചിച്ചപ്പോഴാണ് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയത്. അന്നത്തെ എൻ്റെ ഒരു ഫീലിങ്സ് അതെന്തായിരുന്നു എന്നറിയാം, പണ്ടാരം പറയണ്ടായിരുന്നു പോയി എന്നൊരവസ്ഥയായിരുന്നു അന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് വാലന്റൈൻസ് ഡേ എക്സ്പീരിയൻസ്. അതിനുശേഷം ഇന്ന് വരെ ഒരു വാലന്റൈൻസ് ഡേക്കും നമ്മൾ ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ?